ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു മോർണിംഗ് വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ആട്ടുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ രാവിലെ അതുങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവരെ കൊണ്ട് വലിയൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ന്യായമായിട്ട് നല്ല ജോലിയുണ്ട്. മുറ്റമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. അതിനുള്ള പ്ലാവലയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുറ്റമൊക്കെ ആകെ അലങ്കോലപ്പെടുത്തി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു പണിയാണ്, എന്നാലും കുഴപ്പമില്ല, അവർക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചായ വെക്കാൻ കയറി. അപ്പോൾ ഞാനിന്ന് ഇഞ്ചി ചായയാണ് ഇടുന്നത്. എല്ലാവർക്കും ഈ തണുത്ത ഫുഡൊക്കെ കഴിച്ച് തൊണ്ടവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇഞ്ചി ചായയൊക്കെ ഇടുന്നത്. അപ്പോൾ തൊണ്ടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ട്, ഇഞ്ചി ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പരിധി വരെ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ഇഞ്ചി ചായ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഡക്ഷൻ കുക്കറിലാണ് ചായ വെച്ചത്. ഗ്യാസിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഗ്യാസ് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറേ കാര്യങ്ങളിപ്പം ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചായയൊക്കെ രാവിലെ വെച്ചുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ചായ കുടിച്ചാലുള്ള മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ മുറ്റം ക്ലീൻ ചെയ്യുക, പിന്നെ ചെടി നനയ്ക്കുക. അതെന്തായാലും ഒരു 1.5 മണിക്കൂർ എടുക്കും മുറ്റം ക്ലീനിങ്ങും ചെടി നനയായിട്ട്. കാരണം എല്ലാം ക്ലീനാക്കി അടുക്കി പെറുക്കി നീറ്റാക്കി ഇടുമ്പോൾ തന്നെ നല്ലൊരു സമയമാവും. അതുപോലെ തന്നെ ചൂട് കാരണമാണെങ്കിൽ വിശപ്പൊന്നുമില്ല. ഇപ്പം വെള്ളം കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നേ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ തന്നെ ഒരെണ്ണം വെള്ളം കഴിച്ചു. കാരണം നമ്മൾ എണീക്കുമ്പോൾ തൊട്ട് കിടക്കുന്ന വരെ വെള്ളം കൂടി. അപ്പോൾ ഫുഡൊക്കെ വളരെ കുറച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അധികം ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിച്ചിട്ട് എങ്കിൽ മുറ്റം ക്ലീൻ ചെയ്യാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. മുറ്റം അടിച്ച് കഴിഞ്ഞ് ചെടി നന കഴിയുമ്പോൾ തന്നെ ഞാൻ മടുക്കും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. കുട്ടികൾക്ക് ഇന്നലത്തെ വൈകിട്ട് ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അവർക്കത് ബ്രേക്ക്ഫാസ്റ്റിന് മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വലുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടേ. മോൾക്ക് ചപ്പാത്തി വലിയ താല്പര്യമില്ല. ചപ്പാത്തി മുട്ടക്കറിയോടും മോൾക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവൾക്ക് ഞാൻ പാലാട ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഇത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ കോട്ടയത്ത് ഇങ്ങനെ പാലാട എന്ന് പറയും. അതിന് ഈ മൈദയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അപ്പം ഇല്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ടയും പൊട്ടിച്ചെടുത്ത് ഒരു ഏലക്കയും പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുവേ. എന്നിട്ടത് ദോശക്കല്ലിലൊക്കെ ഉണ്ടാക്കാം, പിന്നെ അപ്പച്ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാവേ. അപ്പം ഞാൻ അപ്പച്ചട്ടിക്കകത്താണ് അത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ട് മൈദ ആയതുകൊണ്ട് തന്നെ ഞാനത് സ്ഥിരമായിട്ടും അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒന്നും ഉണ്ടാക്കാറൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതും ഒത്തിരി ജോലിയുള്ള സമയത്തും വളരെ ലേറ്റായിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി കൊടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. മുട്ടയുടെയും ഏലക്കയുടെയും ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് മിക്കവരും മറ്റേ അരിപ്പൊടിക്കകത്തും ഗോതമ്പ് പൊടിക്കകത്തൊക്കെ ഇങ്ങനെ ചേർത്തുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല. ഞാനിത് മൈദയ്ക്കകത്ത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് നല്ല മൈദയ്ക്കകത്ത് നല്ല ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത് പല നാട്ടിലും പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഫുഡ് ഇവിടെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഉണ്ടാക്കാനാണ് വളരെ സിമ്പിളാണ്. വെറും ഒരു 10 മിനിറ്റ് പോലും വേണ്ട ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന സമയങ്ങളിലെല്ലാം ഇത് ഉണ്ടാക്കാറുണ്ട്. മൈദ ആയതുകൊണ്ട് എപ്പോഴും കൊടുക്കുന്നതും ചള്ളാണ്, എപ്പോഴും ഉണ്ടാക്കാറില്ല. ലേറ്റായിട്ട് ഒത്തിരി ജോലിയുള്ള ദിവസങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, ഹെൽത്തിയാണ്. മുട്ടയൊക്കെ ചേർന്നുകൊണ്ട് പിന്നെ മൈദ ചേർത്തുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളേ. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യൊക്കെ അത് തേച്ച് പിടിപ്പിച്ചിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് അത് മടക്കിയെടുക്കുവേ. ഇത്രയേ ഉള്ളേ. ഇതിന് പാലാടയെന്ന് പറയും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് കണ്ട് കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ആവശ്യമുണ്ട്. എല്ലാവരും എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ കാണുമ്പോൾ ലോങ് വീഡിയോസും ഒക്കെ മിക്കവരും കാണുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ കമൻറ്റ് ചെയ്തും വീഡിയോസൊക്കെ നല്ലതാണെന്നും പറയുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹം തരികയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഞാനിടുന്ന വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും കാണിക്കണേ. പിന്നെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഒരാൾക്കിപ്പോൾ ഇത് ഇന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ഇന്ന് വേണ്ട. അങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചോറിന് കറിയാണല്ലോ എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ചോറിനൊക്കെ കറി വെക്കുമ്പോൾ ഞാൻ 4 സൈസ് കറിയെങ്കിലും വെക്കേണ്ടി വരും. കാരണം മോന് ഇഷ്ടപ്പെട്ട കറി മോൾക്ക് വേണ്ട, മോൾ കഴിക്കുന്നത് മോൻ കഴിക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളവരാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുമാതിരിപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എൻ്റെ മോള് കഴിക്കുകയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ 2 സൈസിലൊക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരുവേ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം മോൻ പറഞ്ഞു ചപ്പാത്തി കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ച് മോൾക്ക് മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളേ. ഇതുണ്ടാക്കി അപ്പോൾ തന്നെ ചൂടോടെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതുണ്ടാക്കി കാസറോളിൻ്റെ അകത്ത് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു മണുമണുപ്പ് വരുവേ.
അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ.